ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. യൂറോപ്പിൽ നിന്നുള്ള കാറുകളുടെ ഇറക്കുമതി തീരുവ കുത്തനെ കുറയ്ക്കാൻ ഒരുങ്ങി ഇന്ത്യ. ഇറക്കുമതി തീരുവ 110% നിന്നും 40% കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഏകദേശം 16.3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള പരിമിതമായ എണ്ണം കാറുകൾക്ക് ഈ ഇളവ് ലഭിക്കും. ഭാവിയിൽ ഇത്തരം വാഹനങ്ങളുടെ താരിഫ് 10% വരെയായി കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ഈ സുപ്രധാന നീക്കം ഫോക്സ് വാഗൺ, മെഴ്സിഡസ് ബെൻസ്, BMW തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ വാഹന നിർമ്മാതാക്കൾക്ക് ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കും. ആഭ്യന്തര ഉൽപാദനം സംരക്ഷിക്കുന്നതിനായി നിലവിൽ ഇന്ത്യ ചുമത്തിയിട്ടുള്ള ഉയർന്ന തീരുവകളിൽ ഇളവ് നൽകുന്നത് ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളിലും നിക്ഷേപ പ്രവാഹത്തിലും ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരുടെ 4 ദിവസത്തെ ഇന്ത്യൻ സന്ദർശന വേളയിലാണ് ഈ നിർണായക വികസനം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ വിടുകയാണെന്ന അഭ്യൂഹങ്ങൾ കമ്പനി തള്ളിക്കളഞ്ഞതോടെ OnePlus അധികൃതർ OnePlus 16 ഫ്ലാഗ്ഷിപ്പ് പുറത്തിറക്കാനൊരുങ്ങുന്നു. 200 MB പ്രൈമറി ക്യാമറ സഹിതമായിരിക്കും OnePlus 16 ഫോൺ വിപണിയിലെത്തുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. OnePlus 16 ഫോണിന്റെ ചൈനീസ് വേരിയന്റിൽ 9000 mAh ബാറ്ററിയും 165 Hz റീഫ്രഷ് റേറ്റിലുള്ള ഡിസ്പ്ലേയുമാണ് പറയപ്പെടുന്ന പ്രധാന ഫീച്ചറുകൾ. ഈ വർഷം ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും OnePlus 16 ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ചൈനീസ് വിപണിയിൽ വരിക. ഇതിനുശേഷം OnePlus 16 ആഗോള വിപണിയിലെത്തും. OnePlusന്റെ ചരിത്രത്തിലാദ്യമായി 200 മെഗാപിക്സലിന്റെ ക്യാമറ OnePlus 16 ഫോണിൽ ഇടം പിടിക്കും എന്നാണ് റിപ്പോർട്ട്. 165 Hz റീഫ്രഷ് റേറ്റിലുള്ള ഡിസ്പ്ലേ, 9000 mAhന്റെ വലിയ ബാറ്ററിയും എന്നിവയും OnePlus 16 ഹാൻഡ്സെറ്റിൽ പ്രതീക്ഷിക്കുന്നു. OnePlus ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും മാതൃകമ്പനിയായ ഓപ്പോയുമായി ലയിക്കുകയും ചെയ്യുമെന്ന് അടുത്തിടെ വാർത്തകളുണ്ടായിരുന്നു. ആൻഡ്രോയിഡ് ഹെഡ്ലൈൻസ് ആണ് ഇത്തരത്തിൽ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ നിഷേധിച്ച് OnePlus ഇന്ത്യ CEO റോബിൻ ലിയു രംഗത്തെത്തിയിരുന്നു. അടച്ചുപൂട്ടൽ സംബന്ധിച്ച ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും OnePlus ഇന്ത്യയിൽ സേവനങ്ങൾ നൽകുന്നത് തുടരുമെന്നും റോബിൻ വ്യക്തമാക്കി. വിപണി വിഹിതം കുറയുന്നതും കമ്പനി വമ്പൻ ഫോണുകളുടെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുന്നതുമാണ് OnePlus ഇന്ത്യയിലെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതിന് കാരണമായി ആൻഡ്രോയിഡ് ഹെഡ്ലൈൻസ് റിപ്പോർട്ട് ചെയ്തത്. മാതൃകമ്പനിയായ ഓപ്പോ ഇപ്പോൾ OnePlusനെ ഒരു സ്വതന്ത്ര ബ്രാൻഡായി പ്രവർത്തിപ്പിക്കുന്നതിന് പകരം ഒരു സബ് സീരീസ് ആക്കി മാറ്റുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സോഷ്യൽ മീഡിയയിലെ കൗമാരക്കാരുടെ AI ഇടപെടലുകളിൽ നിയന്ത്രണം ശക്തമാക്കി മെറ്റ. AI ക്യാരക്ടറൈസ് ഫീച്ചർ താൽക്കാലികമായി നിരോധിച്ചുവെന്നാണ് കമ്പനി അറിയിച്ചത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ ഉൾപ്പെടെയുള്ള എല്ലാ മെറ്റ ആപ്പുകളിലും ഈ നിയന്ത്രണം ബാധകമാണ്. സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ ഉൾപ്പെടെ തങ്ങളുടെ എല്ലാ ആപ്പുകളിലും കൗമാരക്കാർ AI ക്യാരക്ടേഴ്സ് ഫീച്ചർ ഉപയോഗിക്കുന്നത് താൽക്കാലികമായി തടയുന്നതായി പ്രഖ്യാപിച്ചു. ജനനത്തീയതി പ്രകാരം കൗമാരക്കാരാണെന്ന് വ്യക്തമാക്കുന്ന അക്കൗണ്ടുകൾക്കും പ്രായപൂർത്തിയായവരാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കമ്പനിയുടെ പുതിയ സാങ്കേതികവിദ്യ വഴി കൗമാരക്കാരായി തിരിച്ചറിയപ്പെടുന്ന ഉപയോക്താക്കൾക്കും ഈ നിരോധനം ബാധകമാണ്. വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള ചാറ്റ്ബോട്ടുകളാണ് AI ക്യാരക്ടേഴ്സ് ഫീച്ചറിലൂടെ മെറ്റ അവതരിപ്പിച്ചിരുന്നത്. AI ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും കൗമാരക്കാർക്ക് സ്റ്റാൻഡേർഡ് മെറ്റ AI അസിസ്റ്റന്റ് ഉപയോഗിക്കാമെന്നും അതിൽ കർശനമായ പ്രായാധിഷ്ഠിത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും കമ്പനി വ്യക്തമാക്കി. കൂടാതെ കുട്ടികൾ AI ചാറ്റ്ബോട്ടുമായി എങ്ങനെയാണ് ഇടപഴകുന്നതെന്ന് മാതാപിതാക്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന പുതിയ അപ്ഡേറ്റ് വികസിപ്പിച്ചു വരികയാണെന്നും മെറ്റ അറിയിച്ചു. ഈ അപ്ഡേറ്റ് ഉടൻ ലോഞ്ച് ചെയ്യുമെന്നും അതുവരെ കൗമാരക്കാർക്ക് മെറ്റ ആപ്പുകളിൽ AI ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും വ്യക്തമാക്കി. ഭാവിയിൽ ഈ ഫീച്ചർ തിരിച്ചെത്തുമ്പോൾ മാതാപിതാക്കൾക്ക് കൂടുതൽ ശക്തമായ രക്ഷാകർതൃ നിയന്ത്രണങ്ങൾ നൽകുമെന്നും മെറ്റ അവരുടെ ബ്ലോഗ് പോസ്റ്റിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫി TV.